ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സില് നമ്മള് എന്തിനെ പറ്റിയായിരുന്നു പറഞ്ഞത്? ഓർമ്മ ഉണ്ടോ ലാസ്റ്റ് ക്ലാസ്സില്? നമ്മള് ഇത് ഒക്കെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോരുന്ന സംഭവങ്ങളാണ്. അപ്പോ ഞാൻ ഒന്നുകൂടി നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. എന്നിട്ട് ഇന്നത്തെ നമ്മുടെ ഭാഗം നോക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോ ഇന്ന് ലൻ എഫ് അല എന്ന് പറഞ്ഞൊരു സംഭവം എടുക്കാൻ പോകുന്നത്. ലൻ എഫ് അല. അതിന് മുമ്പ് നമ്മള് ഗ്രാമർ സർഫ് തുടങ്ങിയപ്പോ എന്ത് പറഞ്ഞു? എന്തിനാണ് സർഫ് പഠിക്കുന്നത്, ലാംഗ്വേജിന്റെ ആവശ്യകതയും സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എന്താണ് ഭാഷ പഠിക്കുമ്പോൾ എങ്ങനെ തുടങ്ങണം, ഗ്രാമർ വെച്ച് തുടങ്ങണം. പ്രത്യേകിച്ച് നമ്മുടെ മാതൃഭാഷ അല്ലാത്തൊരു ഭാഷ പഠിക്കുമ്പോൾ ഗ്രാമറും നിയമങ്ങളൊക്കെ വെച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ. നമ്മൾ എന്ത് പറഞ്ഞു? കലിമത്ത് ഒരു വാക്കെടുക്കുമ്പോൾ അടിസ്ഥാനപരമായിട്ട് എന്തുണ്ടാവും? അക്ഷരങ്ങൾ ഉണ്ടാവും. അക്ഷരങ്ങൾക്ക് പിന്നെ അർത്ഥമില്ല. അർത്ഥം ഉണ്ടാവുന്ന ഒരു ചെറിയ സംഭവം എന്ന് പറഞ്ഞാൽ കലിമത്താണ് അല്ലെ? കലിമത്ത് എന്ന് പറഞ്ഞ ഒരു വേർഡ്. ഓക്കെ. അങ്ങനെ ഒരു വേർഡ്, ഒരു വേർഡുകള് കലിമത്തുകൾ നാലായിട്ട് തിരിച്ചു നമ്മള്, അല്ല മൂന്നായിട്ട്: ഇസ്മ, ഫീല്, ഹർഫ് അല്ലെ? ഒരു എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തായിരിക്കും? ഇസ്മ ആയിരിക്കും, അത് ഫീലായിരിക്കും, അല്ലെങ്കിൽ ഹർഫായിരിക്കും. അത് അറബിയിൽ അങ്ങനെ മൂന്നായിട്ടാണ് തിരിക്കുക. അപ്പൊ ഇസ്മ എന്ന് പറഞ്ഞാല് ഒരാളുടെ പേര്, ഹർഫ് എന്ന് പറഞ്ഞാല്, അല്ല, ഫീൽ എന്ന് പറഞ്ഞാല് ഒരു, ഇസ്മ എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ പേര് അല്ലെങ്കിൽ ഒരാളുടെ പേര്, ഒരു വേറെ എന്തുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുക, പോവുക, അങ്ങനെയുള്ള കർമ്മങ്ങളെ കുറിക്കുന്നതല്ലാത്ത പദം, അതാണ് ഇസ്മ. പിന്നെ ഫീൽ എന്ന് പറഞ്ഞാല് പ്രവർത്തനങ്ങൾ നടക്കുന്നതിനെ പറ്റിയാണ് ഫീൽ എന്ന് പറയാം. ഓക്കെ. പിന്നെ ഹർഫ് എന്ന് പറഞ്ഞാല് സ്വന്തമായിട്ട് അർത്ഥമില്ലാത്ത, ഇപ്പോ എന്താ പറയാ, ഈ മക്കയിൽ, മദീനയിൽ എന്നൊക്കെ പറയില്ലേ? അപ്പൊ അവിടെ എന്നുള്ള സാധനം ഇപ്പൊ അറബിയിൽ പറയുമ്പോൾ സെപ്പറേറ്റ് വേർഡാണ്. ഉദാഹരണമായിട്ട് ഫീ എന്ന് പറയാം. ഫീ എന്ന് പറഞ്ഞാല് അതിൽ എന്നാണ് അർത്ഥം. ഇപ്പൊ ഫി മക്ക, ഫി മദീന, അല്ലെങ്കിൽ ആകാശത്ത്, ഫി സമ, ഫിൽ അർദ്, ഭൂമിയിൽ. അങ്ങനെ ഫീ എന്ന് പറഞ്ഞാല് സ്വന്തമായിട്ട് അർത്ഥമില്ലാത്തത്. ഇപ്പോഴാണ് ഇസ്മ, ഫീല്, ഹർഫ് എന്ന് പറഞ്ഞത്. നമ്മൾ പിന്നെ ആദ്യമായിട്ട് എന്തിനെ പറ്റിയാണ് പഠിക്കാന്ന് പറഞ്ഞു? ഫീലിനെ പറ്റിയാണ് പഠിക്കാന്ന് പറഞ്ഞു. ഫീല് നാലാക്കി തിരിച്ചു: മാലി, മുസ്തഖ്ബില്, അമ്ര, നഹി അല്ലെ? അപ്പൊ അതിൽ മാലി മുസ്തഖ്ബിലിന്റെയും ആണ് നമ്മള് ഇതുവരെ കഴിഞ്ഞത്. ഓക്കെ. അപ്പോ അമ്രു നഹി എന്താ ഇൻഷാല്ലാ നമുക്ക് പഠിക്കാണ്ടത്, അതാണ് ഞാൻ അടുത്തായിട്ട് പഠിക്കാം. ഈ കഴിഞ്ഞ മാലി മുസ്തഖ്ബിലും നമ്മൾ എത്രണ്ണം പഠിച്ചു? മാലിയില് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫഅല, ഫഅല ആദ്യം പഠിച്ചു അല്ലേ? ഫഅല പഠിച്ചു. പിന്നെ മാഫഅല പഠിച്ചു. പിന്നെ ഫുഇല പഠിച്ചു. മാഫുഇലയും പഠിച്ചു. പിന്നെ ഇത് ഓർക്കുന്നില്ലേ? ഇപ്പൊ ഫഅല എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ നാല് കാര്യം പഠിച്ചു കഴിഞ്ഞാല് മാലിയില് ഭൂതകാലത്ത് നടന്ന എല്ലാ കാര്യത്തിനെ പറ്റി നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റും. ഓക്കെ. ഫഅല എന്ന് പറഞ്ഞാല് ഒരാൾ ചെയ്തു, മാഫഅല എന്ന് പറഞ്ഞാൽ ഒരാൾ ചെയ്തില്ല. ഫുഇല എന്ന് പറഞ്ഞ ഒരാളുടെ മേല് ഒരു കാര്യം ചെയ്യപ്പെട്ടു. മാഫുഇല എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യപ്പെട്ടില്ല. അതാണ് ഫഅല, മാഫഅല, ഫുഇല, മാഫുഇല. അപ്പോ ഈ നാലെണ്ണം ഉണ്ടെങ്കിലേ പിന്നെ നാലെണ്ണത്തിന്റെ തസ്രീഫാത്തുകൾ കുറെ ഉണ്ട്. ഒക്കെയാണ് ഫഅല, ഫഅല എങ്ങനെ സർഫാക്കും, മാഫഅല, മാഫഅല, മാഫഅല സർഫാക്കും, ഫുഇല, 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 ഫുഇല എന്ന് സർഫാക്കും. അങ്ങനെ 14 ഉണ്ടാവും ഇതിന്റെ ഓരോന്നിന്റെ. അപ്പൊ ഇത് മൊത്തം പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് ചെയ്ത ഉണ്ടായ എല്ലാ കാര്യങ്ങളെ പറ്റിയും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ.
ഇനി അതേപോലെ ഈ നാല് ഈ സെയിം നാല് സാധനങ്ങൾ ഈ നാലിന് എന്ത് എങ്ങനെയായിരുന്നു നമ്മൾ വേർതിരിച്ചത്? മാലി മാറൂഫ് മുസ്ബത്ത്, മാലി മാറൂഫ് മൻഫി, മാലി മജ്ഹൂല് മുസ്ബത്ത്, മാലി മജ്ഹൂല് മൻഫി. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ ഭാഗം എടുക്കാം. ഓക്കെ, അങ്ങനെ മാദിന്റെ 4 പഠിച്ചു. ഇനി മുസ്തഖ്ബിലിന്റെ 4 എന്തൊക്കെയാണ്? മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാല് ഇപ്പൊ നടക്കുന്നയോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നയോ കാലത്തെ പറ്റി പറയാനുള്ളതാണ് മുസ്തഖ്ബില്. ഓക്കെ, ഇംഗ്ലീഷിൽ എന്ത് പറയും? ഫ്യൂച്ചർ ഓർ പ്രസന്റ്. അപ്പൊ എഫ് അലു, ലാ എഫ് അലു, പിന്നെന്തുണ്ട്? യുഫ് അലു, ലാ യുഫ് അലു. ഇത്രയും ആകുമ്പോഴേക്കും മുസ്തഖ്ബിലില് നടക്കുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ എഫ് അലു എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരാൾ ചെയ്യുന്നു. ഓക്കെ, എഫ് അലു. പിന്നെ ലാ എഫ് അലു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചെയ്യുന്നില്ല. യുഫ് അലു എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേൽ എന്തെങ്കിലും കാര്യം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരാൾക്ക് ഇപ്പൊ അടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് യുസ്റബു യുഫ് അലു എന്ന് പറയാം. ഈ ലാ യുഫ് അലു എന്ന് പറഞ്ഞാല് അങ്ങനെ അല്ലാത്തത്. ഐ മീൻ ഇപ്പൊ അടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ അയാൾ ആക്രമിക്കപ്പെടുന്നില്ല, അങ്ങനെ അങ്ങനെ പറയാൻ. ഓക്കെ, അങ്ങനെ ഈ 4 ഇപ്പൊ നമ്മള് മൊത്തം എത്ര സർഫ് കഴിഞ്ഞു? 4 4 8 കഴിഞ്ഞു. 8 കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചൊരു സംഭവമാണ് എന്ത്? ലം യഫ് അൽ. ലം യഫ് അൽ, പിന്നെ അതിന് ശേഷം ലം യുഫ് അൽ. ലം യഫ് അലും ലം യുഫ് അലും ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അല്ലേ? അപ്പൊ ഇത് സെപ്പറേറ്റ് അർത്ഥമല്ല, ഇതിനൊരു സ്വന്തമായിട്ടൊരു അർത്ഥമില്ല. ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഈ മാഫഅലന്റെ സെയിം അർത്ഥമാണ് ഇതിനുള്ളതെന്ന് പറഞ്ഞു. ഓക്കെ, ലം യഫ് അലും ലം യുഫ് അലും മാഫഅലിന്റെയും മാഫുഇലിന്റെയും അർത്ഥമാണ് ഉണ്ടാവുക. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഈ ലമ്മ് വരുമ്പോ പിന്നെ അപ്പൊ എഫ് അലു എന്നതിലേക്കാണ് കഴിഞ്ഞ ക്ലാസ് നോക്കാം. എഫ് അലു എന്നതിലേക്കാണ് ലമ്മ് വരിക. അപ്പൊ ലമ്മ് വരുമ്പോ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റി എന്തായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അർത്ഥത്തിൽ മാറ്റം വരും, അതേപോലെ തന്നെ വാക്കിന്റെ ഘടനയിലും മാറ്റം വരും. അർത്ഥത്തിന്റെ മാറ്റം എന്താ? എഫ് അലു എന്ന് പറഞ്ഞാല് ഇപ്പൊ ഒരാളൊരു കാര്യം പ്രവർത്തിക്കുന്നു എന്ന അർത്ഥമാണ് ഉണ്ടാവുക. പക്ഷെ ലമ്മ് വരലോടുകൂടെ അതിന്റെ അർത്ഥം മാറിയിട്ട് മാദിന്റെ അർത്ഥമാകും. ലം യഫൽ എന്ന് പറഞ്ഞാല് മാദിന്റെ അർത്ഥമായി മാറും. അപ്പൊ ലം യഫൽ എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് പറയാനാണ് ലമ്മ് പറയാം. പിന്നെ ലമ്മ് അപ്പൊ അതാണ് അർത്ഥത്തിലെ മാറ്റം. ഇനി വേറെ ഉള്ളൊരു മാറ്റാണ് എന്ത്? ഈ വാക്കിന്റെ ഘടനയിൽ ഉണ്ടാകുന്ന മാറ്റം. അതായത് എഫ് അലു എഫ് അലാനി എഫ് അലൂന, തഫ് അലു തഫ് അലാനി എഫ് അൽന, അങ്ങനെ നമ്മൾ സ്വർഫാക്കി പോകുന്ന സാധനം ലമ്മ് വരലോടുകൂടെ അതിന് മൊത്തത്തില് എന്ത് പറയും? ജസ്മ് എന്നാണ് പ്രത്യേകതക്ക് പറയാം. ലമ്മ് വന്നാൽ ജസ്മ് ചെയ്യും. ഓക്കെ, അതിപ്പോ അങ്ങനെ പഠിച്ചാൽ മതി. ജസ്മ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സുക്കൂനാണ് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ലമ്മ് വന്നാൽ സുക്കൂൻ ചെയ്യും നമ്മൾ പഠിച്ചു. പിന്നെ ലമ്മ് വന്നാല് ഓരോ സർഫിനുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തായി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതി പഠിച്ചു, അല്ലേ? ലം യഫ് അൽ, ലം യഫ് അല, ലം യഫ് അലു, ലം തഫ് അൽ, ലം തഫ് അല, ലം യഫ് അൽന, ലം തഫ് അൽ, ലം തഫ് അല, ലം തഫ് അലു, ലം തഫ് അലി, ലം തഫ് അല, ലം തഫ് അൽന, ലം അഫ് അൽ, ലം നഫ് അൽ. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ലമ്മിന്റെ ഘടനയിൽ ഉണ്ടാവുന്ന മാറ്റം ഫസ്റ്റ് ലമ്മാണെങ്കിൽ അത് സുക്കൂനാവും, പിന്നെ നൂനിനൊക്കെ കളയും എന്നുള്ളതായിരുന്നു. ഓക്കെ, ഈ എക്സ്ട്രാ ഉള്ള നൂനുകളൊക്കെ നമ്മൾ കളഞ്ഞു. ഇത് കണ്ടില്ലേ, രണ്ടാമത്തെ റോയിലുള്ള എല്ലാ നൂനും പോയി, ഫസ്റ്റത്തിലുള്ള നൂന് പോയി. ഇവിടെ 2 മാറ്റങ്ങളാണ്. ഘടനയിൽ അർത്ഥം നമ്മൾ പറഞ്ഞു മാദിന്റെ അർത്ഥമായി മാറും. ഘടനയിലേക്ക് വരുമ്പോൾ 2 മാറ്റങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ലമ്മ് മാറിയിട്ട് സുക്കൂനാകും, പിന്നെ അവസാനത്തിലുള്ള നൂനൊക്കെ കളയും. ഇതിലെ 2 നൂന് ഒഴികെ. നമ്മൾ അവസാനം കണ്ടോ കുറെ സ്ത്രീകൾക്ക് പറയണ ഫീലുകൾ ഉണ്ടല്ലോ, സർഫുകൾ ഉണ്ടല്ലോ. അപ്പൊ അതിലൊഴികെയുള്ള ബാക്കി എല്ലാത്തിലെയും നൂനെയും കളയപ്പെട്ടു. ഓക്കെ, അപ്പൊ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തുണ്ടായിരുന്നത് പറഞ്ഞിരുന്നത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്
ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് സോറി നല്ലൊരു പെണ്ണ് കിട്ടട്ടെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ലെന്നിനെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞു? ലം പറഞ്ഞു. ഇനി ലെൻ ട്ടോ. ലെൻ ലൻ യഫ്അല. ലൻ യഫ്അലയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ കഥാപാത്രം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ലം യഫ്അൽ, ലം വന്നപ്പോ ഫീലിനുണ്ടായ മാറ്റങ്ങളെ പറ്റി പറഞ്ഞു. അതുപോലെ ലെന്നിനും ഇവിടെ രണ്ട് രീതിയിലുള്ള മാറ്റങ്ങളുണ്ട്. രണ്ട് രീതിയിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഒന്നെന്താണ്, കഴിഞ്ഞതിന് പറഞ്ഞ പോലെ തന്നെ മീനിങ്, അർത്ഥത്തിനുണ്ടാവുന്ന മാറ്റാണ്. രണ്ടാമത്തത് സ്ട്രക്ചറിൽ, ഘടനയിലുള്ള മാറ്റമാണ്. ഓക്കെ, രണ്ട് മാറ്റങ്ങളാണ്, ഒന്ന് മീനിങ്, ഒന്ന് സ്ട്രക്ചർ. അപ്പൊ ഈ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന മാറ്റത്തിനാണ് നെസ്ബ് എന്നാ പറയാ. നമ്മള് കഴിഞ്ഞതിൽ എന്ത് പഠിച്ചു? ലമ്മ് വന്നു കഴിഞ്ഞാല് ജസ്മാണ് പഠിച്ചത്. ഇവിടെ നെസ്ബ്. നെസ്ബ് എന്ന് പറഞ്ഞാല് ഫത്ഹ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഫത്ഹ് എന്ന് ഉദ്ദേശിച്ചത് എന്താ? അതായത് ലമ്മ് വന്നപ്പോ നമ്മൾ പഠിച്ചു എന്ത്? ജസ്മ് ചെയ്യാണ്. ജസ്മ് എന്ന് പറഞ്ഞാൽ സുക്കൂനാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ എന്തായി? ലം യഫ്അൽ എന്നായി പറഞ്ഞിരുന്നത്. ഓക്കെ, ഇനി ഇവിടെ നേരെ എന്താണ് ആവണത്? ലെന്ന് വരുമ്പോ ലൻ യഫ്അല എന്നാണ് ആവണത്. ഇതിലുണ്ടാവണ മാറ്റം എന്താണ്? ലൻ യഫ്അല എന്നാണ്. ഓക്കെ, അപ്പൊ ഈ അവസാനത്തിന് എന്ത് വന്നു? ഫത്ഹ് വന്നു. അവസാനത്തിന് ഫത്ഹ് അല്ലേ വന്നത് ഇവിടെ? അതിനാണ് എന്ത് പറയാ? നെസ്ബ് എന്ന് പറയാം. അവസാനത്തിന് ഫത്ഹ് വരുന്നതിനാണ് നെസ്ബ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ലം യഫ്അൽ എന്നുള്ളത് ജസ്മ് വന്ന പോലെ, ഘടനയിലുള്ള അവിടുത്തെ മാറ്റം ജസ്മ് വന്നതുപോലെ ഇവിടുത്തെ മാറ്റം എന്താണ്? നെസ്ബാണ്. അപ്പൊ ലം യഫ്അൽ എന്നത് മാറിയിട്ട് യഫ്അലിന്റെ കൂടെ, യഫ്അലുവിന്റെ കൂടെ ലെന്ന് വരുമ്പോ എന്ത് ചെയ്യും? ലൻ യഫ്അല എന്നാവും. ഓക്കെ, അപ്പൊ അതാണ് ഘടനയിലുള്ള മാറ്റം. ഇനി അർത്ഥത്തിലുള്ള മാറ്റം എന്ത് വരും? അർത്ഥം എന്തിനാണ് ഇപ്പൊ ഈ പാലൊക്കെ പോരെ, എന്താണ് ഈ ലെന്ന് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോ എന്ത് പറയേണ്ടി വരും നമുക്ക്? ചിലപ്പോ എന്ത് പറയേണ്ടി വരും? ഒരു കാര്യം തീരെ നടന്നിട്ടില്ല, അല്ല തീരെ നടക്കൂല, ലൻ യഫ്അൽ, അവനെ പറ്റി നമുക്കറിയാം, ലൻ യദുറസ്, അവൻ എത്ര ആയാലും പഠിക്കൂല എന്ന് അങ്ങനെ പറയാൻ പാടില്ലെങ്കിലും ചിലപ്പോ ചില ആൾക്കാർ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ലൻ യസ്ബിറ ഖുറാനിൽ കാണാലോ. അപ്പൊ തീർച്ചയായും എന്ത് ചെയ്യൂല? തീർച്ചയായും നിങ്ങൾ ക്ഷമിക്കുകയില്ല, ലൻ യസ്ബിറ എന്ന് പറഞ്ഞാൽ. അതേപോലെ തീർച്ചയായിട്ടും നമുക്കൊരു കാര്യം ഉറപ്പാണ്, ഇന്ന് എന്തായാലും മഴ പെയ്യൂല, അങ്ങനെ പറയൂലേ? അതിനാണ്. അപ്പൊ ഇത് പോസിറ്റീവ് കാര്യമല്ല. പോസിറ്റീവ് കാര്യമല്ല. ഹലോ, എന്തോ പറഞ്ഞോ? ബഷീർക്ക് എന്തോ പറഞ്ഞോ? എന്തോ പറഞ്ഞോ? ഇത് ക്ലിയർ ആവുന്നില്ലേ?
ഓക്കെ ഓക്കെ. ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, മനസ്സിലാക്കണം. ഇൻഷാ അള്ളാ. ആ ആ ആ ഹെഡ്സെറ്റ് ഉണ്ടാവണ സൗകര്യം, അതിന് വേറെ പുറത്തുള്ളൊന്നും കേൾക്കില്ലല്ലോ. ഉം. ശരി. അപ്പോ നമ്മൾ പറഞ്ഞത് ലെന്ന്. അപ്പൊ ലെന്നിനും ലെമ്മ് പറഞ്ഞ പോലെ രണ്ട് മാറ്റങ്ങളാണുള്ളത്. ഒന്ന് ജസ്മല്ല, ഇവിടെ നെസ്ബാണ് ഉപയോഗിക്കുക. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നെസ്ബ് എങ്ങനെയൊക്കെയാണ് വരിക, എവിടെയൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക, അത് പറയാം. പിന്നെ അർത്ഥത്തിലുള്ള മാറ്റം. അർത്ഥത്തിലുള്ള മാറ്റം എന്താണ്? അർത്ഥം, ഒരു കാര്യം തീർച്ചയായിട്ടും നടക്കൂല നമുക്കറിയാം. ഇപ്പൊ ഇന്ന് എന്തായാലും മഴ പെയ്യൂല, അല്ലെങ്കിൽ ഇന്ന് എന്തായാലും അവൻ വരൂല, ഇന്ന് ഓൻ എന്തായാലും പണിക്ക് വരൂല. ഉം അങ്ങനെ. അല്ലെങ്കിൽ വേറെ എങ്ങനെ പറയാം, ഇന്ന് എന്തായാലും നോമ്പ് തുറ ഉണ്ടാവില്ല, അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യൂല, വരൂല, ഒരു കാര്യം നടക്കൂല എന്ന് പറയാലോ. അങ്ങനെ ആ ആ ഒരു സാധനം അറബിയിൽ പറയുന്നതാണ് ഇങ്ങനെ, ഇതേപോലെ പറയാം, ലെന്ന് വെച്ചിട്ട് പറയാം. ഓക്കെ, അതിനാണ് ലെന്ന് ഉപയോഗിക്കുക. ഇനി നമ്മൾ കൂടുതൽ ഉദാഹരണം പറയുമ്പോൾ അർത്ഥം കൂടുതൽ മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഉദാഹരണത്തിന് പറഞ്ഞല്ലോ, അവൻ എന്തായാലും വരൂല, അവൻ ആക്രമിക്കുകയില്ല, അവൻ ഇരിക്കുകയില്ല, അല്ലെങ്കിൽ അവർ എന്തായാലും വരൂല, അവര് അടിക്കുകയില്ല, അവര് നല്ല കുട്ടികളാണ് അപ്പൊ അവരടിക്കുകയില്ല, ഇനി അവർ പാചകം ചെയ്യുകയില്ല, അവർ പഠിക്കുകയില്ല, അവർ അങ്ങനെ തീർച്ചയായും ഒരു കാര്യം നടക്കുകയില്ല എന്നൊരാൾക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനാണ് ഈ ലെന്ന് യൂസ് ചെയ്യുക. ഉം അപ്പോൾ രണ്ട് മാറ്റങ്ങൾ പറഞ്ഞു. അർത്ഥത്തിലും സ്ട്രക്ചറിലുള്ള, അർത്ഥത്തിലും വാക്കിന്റെ ഘടനയിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ സൂചിപ്പിച്ചത്. അപ്പോ അർത്ഥം പറഞ്ഞു, നമ്മൾ തീർച്ചയായും ഒരു കാര്യം നടക്കൂല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ലിന്ന് യൂസ് ചെയ്യുക. ഇനി ഘടനയിലേക്ക് വരുമ്പോ നെസ്ബാണ് ലെന്നിന്റെ പ്രത്യേകത എന്നും പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എല്ലാ സൊറഫിലും എങ്ങനെയാണ് മാറ്റം വരുന്നത് നോക്കാം. നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കുന്ന സംഭവങ്ങൾ, നമ്മൾ എഫ് അലു, ഇതും വരുന്നത് പ്രവേശിക്കുന്നത് എഫ് അലുലാട്ടോ. മുസ്തഖ്ബിലായ ഫീൽ ഉണ്ടല്ലോ, എഫ് അലു, എഫ് അലാനി, എഫ് അലൂന. ബാക്കി എന്താണ് നിങ്ങൾ പറയോ? തഫ്അലു, തഫ്അലാനി, യഫ്അൽന. പിന്നെ തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന, തഫ്അലാനി, തഫ്അൽന. പിന്നെ അഫ്അലു, നഫ്അലു. ഓക്കെ, അപ്പൊ ഇതിലേക്ക് ലെന്ന് വരുമ്പോഴുള്ള മാറ്റാണ് നമ്മൾ പറയണത്. ഇതിലേക്കൊക്കെ ലെന്ന് വരികയാണ് കോമൺ ആയിട്ട്. ലെന്നിന് ഇടക്കിടക്ക് എഴുതുന്നില്ല കേട്ടോ. ഇപ്പൊ ലെന്നാണ് ഇതിൽ പ്രവേശിക്കുന്നത്. ഇപ്പൊ ലെൻ വരുമ്പോ ഇവിടെ മാറിയിട്ട് എന്താവും, ഇവിടെ എഫ് അലു മാറിയിട്ട് ലെൻ എഫ് അല എന്നാവും. ലെൻ എഫ് അല. പിന്നെ ഇവിടുത്തെ എല്ലാത്തിലെയും നൂനിനെ കളയപ്പെടും. ഇവിടുത്തെ ഒക്കെ നൂനിനെ കളയപ്പെടും.
ഇവിടെയും എന്താവും? ഫത്ത്ഹ ആവും. അപ്പൊ നമ്മള് കഴിഞ്ഞതിൽ പറഞ്ഞല്ലോ, ലമ്മിന്റെ അവിടെ പറഞ്ഞ എന്താ? ജസ്മ് മാറി, ജസ്മാണ് അവിടെ ചെയ്യാ. അപ്പൊ ഈ മുസ്തഖ്ബിലാവുമ്പോ എങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുക? യഫ് അലു എന്നൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ജസ്മ ആവുമ്പോ യഫ് അലു മാറിയിട്ട് ലം യഫ് അൽ, ലം യഫ് അല എന്ന് സ്വറഫാക്കിയത് നമ്മള്. ലം യഫ് അൽ അങ്ങനെയാണ് സ്വറഫാക്കിയത്. ഇവിടെ ജസ്മല്ല, നസ്ബാണ് വരുന്നത്. നസ്ബ് എന്ന് പറഞ്ഞാൽ ഫത്ത്ഹ് ചെയ്യലാണ്. ഓക്കെ. അപ്പൊ അവിടെ പ്രധാനമായിട്ട് എന്ത് മാറ്റം നടക്കുന്നുള്ളൂ? മുസ്തഖ്ബിലില് ദമ്മുള്ളത് ഇവിടെ എന്ത് ചെയ്യും? ദമ്മ മാറിയിട്ട് ഫത്ത്ഹ ആകും എന്നതാണ് ഒരു മാറ്റം. പിന്നെ നൂനുണ്ടാവുമ്പോ എന്ത് ചെയ്യും? നൂനിനെ ക്യാൻസൽ ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇതാണ് ഇവിടുത്തെ സൊറഫാക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ള മാറ്റങ്ങൾ. ദമ്മ മാറിയിട്ട് എന്താവും? ഫത്ത്ഹ ആകും. പിന്നെ നൂൻ എന്ത് ചെയ്യും? ക്യാൻസൽ ആവുകയും ചെയ്യും. അപ്പൊ നമ്മൾ സൊറഫാക്കി വെക്കൊന്ന്. ലൻ യഫ് അല, ലൻ യഫ് അല, ലൻ യഫ് അലു, ലൻ തഫ് അല, ലൻ തഫ് അല, ലൻ തഫ് അല, ലൻ യഫ് അൽന, ലൻ തഫ് അല, ലൻ തഫ് അല, ലൻ തഫ് അലു, ലൻ തഫ് അലി, ലൻ തഫ് അല, ലൻ തഫ് അൽന, ലൻ നഫ് അല, ലൻ നഫ് അല. ഓക്കെ. ലെന്നാണ് കേട്ടോ, അത് മാറരുത്. ലൻ, ലൻ യഫ് അല, ലൻ യഫ് അല, ലൻ യഫ് അലു, ലൻ തഫ് അല, ലൻ തഫ് അല, ലൻ യഫ് അൽന, ലൻ തഫ് അല, ലൻ തഫ് അല, ലൻ തഫ് അലു, ലൻ തഫ് അലി, ലൻ തഫ് അല, ലൻ തഫ് അൽന, ലൻ നഫ് അല, ലൻ നഫ് അല. ഇവിടെ കണ്ടോ, ഇവിടുത്തെ നൂന് പോയില്ല, ഇവിടുത്തെ നൂനും പോയില്ല. ബാക്കി എല്ലായിടത്തെയും നൂന് കളഞ്ഞു. ഇനി അവസാനം ലൊമ്മുണ്ടായിരുന്ന, മുസ്തഖ്ബിലായപ്പോ ലൊമ്മുണ്ടായിരുന്നതൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്താക്കുകയും ചെയ്തു? ഫത്ത്ഹ് കൊടുക്കുകയും ചെയ്തു. ഓക്കെ. അതാണ് ഇവിടെ ഉണ്ടായത്. ഇനി ഇതിന്റെയൊക്കെ അർത്ഥം ഇപ്പൊ നമ്മള് സ്ട്രക്ചറിൽ ഉണ്ടായ മാറ്റം പഠിച്ചു. എങ്ങനെയാണ് സൊറഫാക്കുന്നത്, സൊറഫ് വരുമ്പോ എന്തൊക്കെയാണ് അക്ഷരങ്ങൾ, ഹർഫുകൾ എന്തൊക്കെയാണ് മാറുന്നത് പഠിച്ചു. ഇനി അർത്ഥം മൊത്തമായിട്ട് മാറുന്നതാണ്. അർത്ഥം മൊത്തമായിട്ട് മാറിയിട്ട് എങ്ങനെ വരും? തീർച്ച എന്നൊരർത്ഥം വരും. തീർച്ച. തീർച്ചയായിട്ടും എന്താവില്ല, ഒരു കാര്യം നടക്കുകയില്ല. അപ്പോ ഇപ്പോ ലൻ യഫ് അല, ലൻ യഫ് അല എന്ന് പറഞ്ഞാൽ എന്താ? തീർച്ചയായിട്ടും ഒരാൾ പ്രവർത്തിക്കുകയില്ല. ലൻ യഫ് അല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും രണ്ടാൾ പ്രവർത്തിക്കുകയില്ല. ലൻ യഫ് അലു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മൂന്നാൾ പ്രവർത്തിക്കുകയില്ല. ലൻ തഫ് അല എന്ന് പറഞ്ഞാൽ അവൾ പ്രവർത്തിക്കുകയില്ല. പിന്നെ അവർ രണ്ട് സ്ത്രീകൾ പ്രവർത്തിക്കുകയില്ല. അവർ കുറെ സ്ത്രീകൾ പ്രവർത്തിക്കുകയില്ല. നീ ലൻ തഫ് അല എന്ന് പറഞ്ഞാൽ നീ പ്രവർത്തിക്കുകയില്ല. ലൻ തഫ് അല എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേർ പ്രവർത്തിക്കുകയില്ല. ലൻ തഫ് അലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ പേർ പ്രവർത്തിക്കുകയില്ല. ഇനി ലൻ തഫ് അലി എന്ന് പറഞ്ഞാൽ നീ ഒരു സ്ത്രീ പ്രവർത്തിക്കുകയില്ല. പിന്നെ നിങ്ങൾ രണ്ട് സ്ത്രീകൾ, പിന്നെ നിങ്ങൾ കുറെ സ്ത്രീകൾ. ഇനി ലൻ നഫ് അല, ഞാൻ പ്രവർത്തിക്കുകയില്ല. ലൻ അഫ് അല എന്ന് പറഞ്ഞാലോ, ഞങ്ങൾ പ്രവർത്തിക്കുകയില്ല. ഓക്കെ. അതാണ്. അപ്പൊ അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും പ്രവർത്തിക്കുകയില്ല എന്ന്. ഇനി തീർച്ചയായിട്ടും അടിക്കുകയില്ല എന്ന് എങ്ങനെ പറയും? ലെന്ന് മാറ്റിയിട്ട് അവിടെ എതിരിബ് ആണല്ലോ, ലൊറബ എതിരിബ് ആണല്ലോ അടിക്കാന്ന് പറഞ്ഞത്. അവിടെ ലെൻ എഫ് അല മാറ്റിയിട്ട് ലൻ യദ്രിബ എന്നാക്കും. അപ്പൊ ലൻ യദ്രിബ, ലൻ യദ്രിബ, ലൻ യദ്രിബു, ലൻ തദ്രിബ, ലൻ തദ്രിബ, ലൻ യദ്രിബ്ന, ലൻ തദ്രിബ, ലൻ തദ്രിബ, ലൻ തദ്രിബു, ലൻ തദ്രിബി, ലൻ തദ്രിബ, ലൻ തദ്രിബ്ന, ലൻ നദ്രിബ, ലൻ നദ്രിബ എന്ന് വരും. ഓക്കെ. അപ്പൊ അതാണ് ഇന്ന് പഠിക്കാനുള്ളത്. ഇനി അപ്പൊ അത് ലൻ ലൊറബ, ലൻ യദ്രിബയാണ് പറഞ്ഞത് അല്ലേ. ഇനി അതേപോലെ തന്നെ അതിന്റെ മജ്ഹൂലും ഉണ്ടാവും. അപ്പൊ അതിന്റെ മജ്ഹൂൽ എങ്ങനെ വരും?
അതിന്റെ മജ്ഹൂല് ലം ലമ്മല്ല ലന്നല്ലേ നമ്മൾ പറഞ്ഞത്, ലൻ യുഫ് അലാന്ന് വരും. ലൻ യുഫ് അല, ലൻ യുഫ് അല, ലൻ യുഫ് അലാന്ന് വരും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ വരിക? തീർച്ചയായിട്ടും ഒരാൾ ചെയ്യപ്പെടുകയില്ല. അപ്പൊ ഒരാൾ ഒരു പഠിക്കുന്ന കുട്ടിയുണ്ട് ക്ലാസ്സിൽ, അപ്പൊ ഓക്ക് എന്തായാലും അടി കിട്ടൂല എന്ന് പറയാം അല്ലേ? പിന്നെ അല്ലെങ്കിലോ വലിയൊരു വേറെ എന്തെങ്കിലും ആളോ, അവൻ എന്തായാലും പോലീസ് പിടിക്കൂല എന്ന് പറയും. എങ്ങനെ രണ്ട് സാഹചര്യത്തിൽ പറയാം. ഭയങ്കര ഭയങ്കര അടിപൊളി കള്ളനായതുകൊണ്ട് പറയാം ഓൻ എന്തായാലും പോലീസ് പിടിക്കൂലെന്ന്. അല്ലെങ്കിൽ വേറൊരാള് നല്ലത് മാത്രമേ ചെയ്യുന്നുള്ളൂ, അപ്പോഴും പറയാന്നില്ലേ ഓൻ എന്തായാലും പോലീസ് പിടിക്കൂലെന്ന്. അപ്പൊ ഏതായാലും നമുക്ക് അങ്ങനെ പറയണമെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? ലെന്ന് യൂസ് ചെയ്യാം. എന്തായാലും ചെയ്യൂല, എന്തായാലും ഓൻ അടി കിട്ടൂല, എന്തായാലും ഓനെ പോലീസ് പിടിക്കൂല എന്നൊക്കെ പറയാനാണ് ലെന്ന് യൂസ് ചെയ്യാം. ലെൻ യുക്ബല എന്ന് പറയാം, ലെൻ യുദറബ എന്ന് പറയാം. ഓക്കെ, പിന്നെ അതിന്റെ ബാക്കിയുള്ള സർഫുകളും ലൻ യുഫ് അല, ലൻ യുഫ് അല, ലൻ യുഫ് അലു, ലൻ തുഫ് അല, ലൻ തുഫ് അല, ലൻ തുഫ് അൽന, ലൻ തുഫ് അല, ലൻ തുഫ് അല, ലൻ തുഫ് അലു, ലൻ തുഫ് അലി, ലൻ തുഫ് അല, ലൻ തുഫ് അൽന, ലൻ നുഫ് അല, ലൻ നുഫ് അല. ഓക്കെ, അപ്പൊ അതാണ് ഇന്ന് പഠിക്കാനുള്ളത്. നമുക്ക് കിതാബ് നോക്കാം. കിതാബ് കാണുന്നുണ്ടോ പ്രസന്റ്? കിതാബ് കാണുന്നുണ്ടോ? പ്രസന്റ് കാണുന്നുണ്ടോ? പ്രസന്റ് ചെയ്തത് ഒന്നില്ലേ? ഇതാണ് ലൻ യഫ് അല. ഒരു മിനിറ്റ്. ഇതാണ് ലൻ യുഫ് അല. പിന്നെ അൽ ഫീലുൽ മുസ്തഖ്ബിലുൽ മഅറൂഫുൽ മൻഫിയു ബിലൻ, അങ്ങനെയാണ് അതിനെപ്പറ്റി പറയാം. ലെന്ന് കൊണ്ട് മൻഫിയായ ഫീല്, ലെന്ന് കൊണ്ട് മൻഫിയായ ഫീല്. അപ്പൊ മുസ്തഖ്ബിലായ ഫീലിനെ ഇത് കണ്ടോ, ഇവിടെ വായിക്കാൻ പറ്റും. വൈദാ അറത്തൻ തൻഫിയൽ ഫീലൽ മുസ്തഖ്ബില അല തഅക്കീദി. തഅക്കീദായിട്ട്, തഅക്കീദിനാണ്, തഅക്കീദ് എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പായിട്ട്. ഓക്കെ, ഉറപ്പായിട്ടൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയണമെങ്കിൽ, ഉറപ്പായിട്ടൊരു സാധനം നടന്നിട്ടില്ല എന്ന് പറയണമെങ്കിൽ അലൈഹി ലൻ, അപ്പോഴാണ് ആ ഫീലിലേക്ക് എന്ത് കടത്തേണ്ടത്? ലെന്ന് ചേർക്കേണ്ടത്. അങ്ങനെ ലെന്ന് ചേർത്താൽ വഹിയ തെൻസിബുഹു, ആ ലെന്ന് എന്ത് ചെയ്യും? ഈ ഫീലിനെ നെസ്ബ് ചെയ്യും. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും ഒരു കാര്യം ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ലെന്ന് ചേർക്കും.
ഇനി അങ്ങനെ ലെൻ ഒരു മുസ്തഖ്ബിലായ ഫീൽഡ് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും, നെസ്ബ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, എന്നിട്ട് ലെൻ യഫ്അല, ഞാൻ ഇതിന്റെ സൊർഫാണ് പറയണത്. നമ്മൾ എഴുതി പഠിച്ച കാര്യം തന്നെ. ലൻ യഫ്അല ലൻ യഫ്അല ലൻ യഫ്അൽ, ലൻ തഫ്അല ലൻ തഫ്അല ലൻ യഫ്അൽന, ലൻ തഫ്അല ലൻ തഫ്അല ലൻ തഫ്അലു, ലൻ തഫ്അലി ലൻ തഫ്അല ലൻ തഫ്അൽന, ലൻ നഫ്അല ലൻ നഫ്അല. അത് കഴിഞ്ഞു. ഇനി 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 കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന ഉദാഹരണം പോലെ തന്നെയാണ്. ഒരു ലൊമീറിനോട് കൂട്ടിയിട്ട് ഒരു വാക്ക് വരുമ്പോൾ അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ എഴുതാനാണ്. ഓക്കെ, അപ്പൊ ലൻ യസ്മ ഉണ്ട്, ലൻ യസ്മ പ്ലസ് അൻതും. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കുക? ലൻ യസ്മ പ്ലസ് അൻതും ആവുമ്പോ ലൻ യസ്മ ലൻ യസ്മ ലൻ യസ്മഉ, അങ്ങനെ സൊറഫാക്കി വെക്കാം. ലൻ തസ്മ ലൻ തസ്മ ലൻ യസ്മഅന ലൻ തസ്മ ലൻ തസ്മ ലൻ തസ്മഉ. അൻതുമിന്റെ സ്ഥലത്തെത്തിയാല് അൻതും നമ്മൾ പഠിച്ചല്ലോ. അൻതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ പുരുഷന്മാർ എന്നതിനെ സൂചിപ്പിക്കുന്ന അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ നിർത്താം. അപ്പൊ നമുക്ക് ആ വാക്ക് കിട്ടി, ലൻ തസ്മഉ എന്ന് കിട്ടി. ഇനി ലൻ യദ്രിബ, ലൻ യദ്രിബ വരുമ്പോ എന്താ അർത്ഥം വരിക? തീർച്ചയായും അവനൊരു പുരുഷനെ അടിക്കുകയില്ല. ഇനി അൻതുന്ന എന്നാക്കണം അത്. അതായത് തീർച്ചയായും ഒരു പുരുഷൻ അടിക്കുകയില്ല എന്നത് മാറ്റിയിട്ട് തീർച്ചയായും നിങ്ങൾ കുറെ സ്ത്രീകൾ അടിക്കുകയില്ല എന്ന് പറയണം. അതെന്താ ഇങ്ങനെ പറയാ? ലൻ യദ്രിബ മാറ്റിയിട്ട് ലൻ തദ്രിബ്ന എന്ന് പറയണം. ലൻ തദ്രിബ്ന എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറെ സ്ത്രീകൾ അടിക്കുകയില്ല എന്നർത്ഥം വരും. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഇത് എന്താ പറയാ, നമ്മൾ മുമ്പ് പഠിച്ചതിന്റെ ബാക്കി ആയതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഇങ്ങനെ ഉദാഹരണങ്ങൾ പറഞ്ഞു പോകുന്നത്. കാരണം നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ ഈ ആക്ടിവിറ്റി ചെയ്തതാണ്. ഫാല പഠിക്കുമ്പോഴും ഫാല പ്ലസ് അൻതും, ഫാല പ്ലസ് അന, അതൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് മാറ്റങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഈ മുസ്തഖ്ബിൽ വന്നപ്പോഴും യഫ് അലു പ്ലസ് അൻതുമ, യഫ് അലു പ്ലസ് ഹുമ, ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക നമ്മൾ പഠിച്ചിരുന്നു. ഇനി ലമ്മിന്റെ അവിടെ ലെന്നിന്റെ അവിടെ ഇതൊക്കെ ഇത് ഈ സെയിം സംഭവം തന്നെയാണ് സംഭവിക്കുന്നത്. സെയിം സർഫാക്കൽ തന്നെയാണ്. സർഫ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സ്പീഡായി കഴിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മള് ഒരു വാക്ക് കിട്ടി, അടിക്കുക എന്നുള്ളതിന് എന്താണ് പറയാ? ലൊറബ് യദ്രിബു എന്നാണെന്ന് നമുക്ക് അറിയാം. ഓക്കെ, അപ്പൊ ഇനി തീർച്ചയായിട്ടും അവൻ അടിക്കുകയില്ല എന്നെങ്ങനെ പറയാം? അതിന് നമ്മളിപ്പോ പഠിച്ചത് പ്രകാരം ലെന്ന് ചേർത്താൽ മതി. ഒരു കാര്യം തീർച്ചയായും നടക്കൂല എന്ന് 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 അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ലെന്ന് ചേർത്താൽ മതി എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അങ്ങനെ ലെൻ യദ്രിബ. ഇനി അത് ആർക്ക് വേണ്ടിയാണ് യൂസ് ചെയ്യേണ്ടത്? അവള് അല്ല, നീ. നീ ഒരു പുരുഷൻ. ഒരാൾ വന്ന് നമ്മളോട് പറയണെന്ത്, അവനെ അടിച്ചു, മറ്റൊരാളെ അടിച്ചു. അപ്പൊ ഇയാള് നിങ്ങൾക്കറിയാം അവനെ അടിച്ചിട്ടില്ലാന്ന്. അപ്പൊ നമ്മള് അവനെ പറ്റി പറയണെന്ത്, തീർച്ചയായും നീ അടിക്കുകയില്ല എന്ന് പറയണം. അപ്പൊ എങ്ങനെ പറയാം? ഒരു മനസ്സിലായല്ലോ, ഒരു അർത്ഥം നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരാളോട് പറയേണ്ട ഒരു അർത്ഥം എന്താണ്? നീ തീർച്ചയായും അടിക്കുകയില്ല എന്നാണ് നമുക്കൊരാളോട് പറയേണ്ടത്. അപ്പൊ അതിന്റെ പ്രോസസ്സ് ഒന്ന് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഒരു വാക്ക്, ആ വാക്ക് ഒരു അടിക്കുക എന്നുള്ള ഫീലിന് എന്താണ് പറയാ എന്നുള്ള ബോധം നമുക്ക് വേണം. ഓക്കെ, ഇനി തീർച്ചയായും എന്നവിടെ യൂസ് ചെയ്യണല്ലോ. അപ്പൊ തീർച്ചയായും അടിക്കുകയില്ല എന്നതിന് എന്ത് യൂസ് ചെയ്യും എന്ന് നമുക്ക് കിട്ടണം. ഓക്കെ, അപ്പൊ അടിക്കുക എന്നുള്ളതിന് എന്താണ്? ദറബ യദ്രിബു എന്നാണ് പറയാ. പിന്നെ തീർച്ചയായും അടിക്കുകയില്ല എന്നൊരർത്ഥം കിട്ടണമെങ്കിൽ ലൻ യദ്രിബ എന്നാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇത് ആരോടാ പറയുന്നത്? നീ തീർച്ചയായും അടിക്കുകയില്ല എന്ന്. അപ്പൊ അവിടെയാണ് സർഫിന്റെ ആവശ്യം വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ സർഫാക്കി. അപ്പൊ ഈ സർഫാക്കിയൊക്കെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ഒരു പ്രൊസീജിയറാ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് വരണം. ഇപ്പൊ നീ എന്നാണ് പറയണതെങ്കിൽ എങ്ങനെ എങ്ങനെ പറയണമെന്നും, ഞാൻ എന്നാണ് പറയണതെങ്കിൽ എങ്ങനെ വരണമെന്നും നമുക്ക് കിട്ടണം. ഇവിടുത്തെ സാഹചര്യത്തിൽ ലെൻ തദ്രിബ എന്ന് പറഞ്ഞാൽ എന്തായി?
നീ തീർച്ചയായും അടിക്കുകയില്ല എന്ന് കിട്ടി. അതെങ്ങനെ കിട്ടുക? ലൻ യദ്രിബ സർഫാക്കി നോക്കുമ്പോൾ കിട്ടും. ലൻ യദ്രിബ ലൻ യദ്രിബ ലൻ യദ്രിബു ലൻ തദ്രിബ ലൻ തദ്രിബ ലൻ യദ്രിബന ലൻ തദ്രിബ ലൻ തദ്രിബ എത്തിയപ്പോൾ എന്ത് മനസ്സിലായി? നീ തീർച്ചയായും അടിക്കുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായി. ഓക്കെ, അങ്ങനെയാണ് സെന്റൻസുകൾ, വാക്കുകളും അർത്ഥങ്ങളും ഒക്കെ നമ്മളെ ഇമാജിനേഷൻസ് അനുസരിച്ച്, നമുക്ക് പറയാനുള്ളതിനനുസരിച്ച് രൂപപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഈ ബാക്കിയുള്ള ആക്ടിവിറ്റികളോട് നോക്കാം. ലൻ യസ്റബ, നീ കുടിക്കുകയില്ല. അപ്പൊ അത് അൻതും വെച്ച് പറയണം. ലൻ യൽഹക്ക, നീ ചിരിക്കുകയില്ല. ഇനി ലൻ യദ്ഹബ, നീ പോവുകയില്ല. ലൻ യന്ദുറ, നീ നോക്കുകയില്ല. ലൻ യസ്അല, നീ ചോദിക്കുകയില്ല. ലൻ യഫ്തഹ, നീ തുറക്കുകയില്ല. ലൻ യഅകുല, നീ ഭക്ഷിക്കുകയില്ല. ലൻ യൽഅബ, നീ കളിക്കുകയില്ല. ലൻ യഖ്റുജ, നീ പുറപ്പെടുകയില്ല. ലൻ യജ്ലിസ, നീ ഇരിക്കുകയില്ല. ലൻ യംനഅ, നീ തടയുകയില്ല. പിന്നെ ലൻ യഖ്തഅ, നീ മുറിക്കുകയില്ല. ഓക്കെ, അപ്പൊ ഇതിനോടൊക്കെ ളമീറുകൾ മാറി വരുന്നുണ്ട്. അൻതും, ഹും, നഹ്നു, അൻതി, ഹുമ, ഹുവ, അൻതുന്ന, അന, ഹിയ, അൻതുമ, അൻത, അൻതുമ, ഇതൊക്കെ മാറി വരുന്നുണ്ട്. അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ സർഫാക്കി നോക്കുമ്പോൾ ഓരോ ഫീലിനും, അപ്പോൾ അവൾ അത് ചെയ്തില്ല, അവൾ പോയില്ല, അവൾ ഇരുന്നില്ല, അല്ലെങ്കിൽ അവർ രണ്ടുപേർ കളിച്ചില്ല, ഞാൻ തുറന്നില്ല. ഓക്കെ, അങ്ങനെ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിലും പുതിയ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പഠിക്കാവുന്നതാണ്. പഠിച്ചാൽ എന്ത് ചെയ്യും, പുതിയ സെന്റൻസുകളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപകരിക്കും. ഓക്കെ, ബഷീർക്ക് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇനി മനസ്സിലാവാത്തതുണ്ടെങ്കിലേ നിങ്ങൾ പേഴ്സണലായിട്ടോ ഗ്രൂപ്പിലോ ഒക്കെ ചോദിച്ചെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഇത് ഇനിയും മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ അത് മനസ്സിലാവാണ്ട് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കി വരുന്ന ഭാഗത്തിനെയും ബാധിക്കും. കാരണം ഇതിങ്ങനെ കണ്ടിന്യൂഷൻ ആണ്, ഒന്നിന്റെ തുടർന്ന് ഒന്നിങ്ങനെ വരിക ചെയ്യാം. ഓക്കെ, ഇത് അത്ര ടഫ് ഒന്നുമല്ല, സിമ്പിൾ തന്നെയാണ്. നമ്മൾ പുതിയ വിഷയം ആയതുകൊണ്ട് ചിലപ്പോൾ പ്രയാസം തോന്നിയേക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗം കൂടി ഒന്ന് കവർ ചെയ്യാം. ഫസ്ലുൻ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? മുസ്തഖ്ബില് മഅറൂഫ് ലന്ന് കൊണ്ട് മൻഫിയായ മുസ്തഖ്ബിലായ ഫീലിനെ പറ്റി പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രത്യേകത, ഒന്നാമത്തെ പ്രത്യേകത അത് തീർച്ചയായും എന്തൊരു അർത്ഥത്തിന് വേണ്ടി വരുന്നതാണ്. രണ്ടാമത്തെ പ്രത്യേകത അത് നസ്ബ് ചെയ്യും എന്നതുമാണ്. ഓക്കെ, അപ്പൊ ഇനി സെയിം സാധനം തന്നെ മജ്ഹൂൽ, നമ്മൾ നേരത്തെ മാറൂഫിനാണ് പറഞ്ഞത്. മാറൂഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചെയ്ത ആളെ അറിയാം, അങ്ങനത്തെ ഫീലുകൾക്ക് ആണ് ഉപയോഗിച്ചത്. ലന്യദ്രിബ, നീ തീർച്ചയായും അടിക്കുകയില്ല, നീ ഇരിക്കുകയില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇനി മജ്ഹൂലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മജ്ഹൂലായിട്ട് അപ്പൊ നിനക്ക് തീർച്ചയായും അടി കിട്ടൂല, അല്ലെങ്കിൽ നീ കൊല്ലപ്പെടുകയില്ല, നീ ആക്രമിക്കപ്പെടുകയില്ല, നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല, ഞാൻ ആക്രമിക്കപ്പെടുകയില്ല, അങ്ങനെ അങ്ങനെ പറയാം. അതിനെങ്ങനെ യൂസ് ചെയ്യാം? നേരെ സെയിം പോലെ തന്നെ. മറ്റത് യഫ്അലൂലാണ് ലന്ന് വരുന്നത്. ഇവിടെ മജ്ഹൂലായ മുസ്തഖ്ബിൽ എങ്ങനെ വരിക? യുഫ്അലു എന്നാണ്. അപ്പൊ ഇവിടെ യുഫ്അലുവിന്റെ മേലാണ് എന്ത് ചെയ്യുക? ലന്ന് പ്രവേശിക്കുക. ഈ യുഫ്അലുവിന്റെ മേലിൽ ലന്ന് കടന്നാലും നസ്ബ് ചെയ്യും. ഇപ്പൊ നസ്ബ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആദ്യത്തില് ഫത്ഹ് ചെയ്യും, പിന്നെ നൂനുകളൊക്കെ കളയും ചെയ്യും. മുഅന്നസിന്റെ നൂനല്ലാത്ത ബാക്കി എല്ലാ നൂനുകളെയും കളയും. പിന്നെ എന്ത് ചെയ്യും? ഫത്ഹ് ചെയ്യുകയും ചെയ്യും. ആദ്യത്തെ റോലുള്ള സംഭവങ്ങളുണ്ടല്ലോ, അതിന് ഫത്ഹ് ചെയ്യുകയും ചെയ്യും. അപ്പൊ എങ്ങനെ സർഫാക്കാൻ പറ്റും നമുക്ക്?
ലൻ യുഫ്അല, ലൻ യുഫ്അല, ലൻ യുഫ്അലു, ലൻ തുഫ്അല, ലൻ തുഫ്അല, ലൻ യുഫ്അൽന, ലൻ തുഫ്അല, ലൻ തുഫ്അല, ലൻ തുഫ്അലു, ലൻ തുഫ്അലി, ലൻ തുഫ്അല, ലൻ തുഫ്അൽന, ലൻ നുഫ്അല, ലൻ നുഫ്അല എന്ന് സർഫാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അത് റിപ്പീറ്റ് ചെയ്ത് സർഫാക്കി നോക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും, ക്ലിയർ ആവും. ഇത് 1-2 വട്ടം കൊണ്ട് നിർത്തി കഴിഞ്ഞാല് നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടൂല. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി ഇപ്പൊ കണ്ടോ, ലൻ യുഹ്സദ, ഇതിന്റെ കുറെ ഉദാഹരണങ്ങൾ വരുന്നുണ്ട്. ലൻ യുഹ്സദ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസൂയ വെക്കപ്പെടുകയില്ല, നിങ്ങളിൽ ആരും അസൂയ വെക്കൂല. ലൻ യുദ്റബ, നിങ്ങൾ അടിക്കപ്പെടുകയില്ല. ലൻ യുക്സദ, ലൻ യുഹ്സമ, ലൻ യുഹ്ബസ, ലൻ യുൻസറ, ലൻ യുസ്അല, ലൻ യുക്തല, ലൻ യുദ്ലമ, ലൻ യുത്രക, ലൻ യുക്ബല, ലൻ യുക്തബ, ലൻ യുംനഅ, ലൻ യുൻകല. ഇതൊക്കെയാണ് ഉദാഹരണങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ലൊമീറും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ സർഫാക്കി നോക്കുമ്പോൾ എങ്ങനെയാണ് ഓരോന്നും ഉപയോഗിക്കാന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ക്ലിയർ ആയോ? ഇന്ന് ഇത്രയുമാണ് പറയാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? നമ്മള് മാലിയും മുലാരിയും മാലിയും മുസ്തഖ്ബിലും കൈയാണ്. ഓക്കെ, മാലിയും മുസ്തഖ്ബിലും കഴിഞ്ഞിട്ട് ഇനി എന്തിലേക്ക് കടക്കാണ്? അമ്ര നഹിയിലേക്ക് കടക്കാണ്. അപ്പൊ മാലി മുസ്തഖ്ബിൽ, അപ്പൊ നമ്മൾ അറബി ഭാഷയിലെ വലിയൊരു കാര്യം പഠിച്ചു കഴിഞ്ഞു. ഇനി അത് അപ്ലൈ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. ഓക്കെ, ഭാവി കാലത്ത്, ഇപ്പൊ ഏത് കാലത്തും നമ്മൾ ആദ്യം മാലി പഠിച്ചു. മാലി എന്ന് പറഞ്ഞാല് കഴിഞ്ഞ കാലത്ത് ഉണ്ടായ ഒരു സംഭവം. കഴിഞ്ഞ കാലത്ത് ഉണ്ടായ ഒരു സംഭവം എന്തുണ്ടായാലും എങ്ങനെ സംഭവിച്ചാലും അത് എങ്ങനെ പറയാം എന്ന് നമ്മൾ അറബി ഭാഷയിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി മുസ്തഖ്ബിൽ എന്ന് പറഞ്ഞാൽ 2 രൂപമുണ്ട്. ഒന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ, ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ. അപ്പൊ അതിന് രണ്ടിനും യഫ്അലു എന്ന് പറഞ്ഞാല് രണ്ടിനും കൂടി 2 അർത്ഥമുണ്ട്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും ഏത് ഫീലാണെങ്കിലും എന്ത് ഫീലാണെങ്കിലും അതെങ്ങനെ പറയുമെന്നെന്തായി നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോ ഇനി അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി എന്ത് ചെയ്യണം, നമുക്ക് കുറച്ച് വൊക്കാബുലറി വേണം, നമുക്ക് കുറച്ച് പുതിയ പദങ്ങൾ വേണം. ഇപ്പോ പ്രസംഗിക്കുക എന്താണ് നമുക്ക് അറബിയിൽ അറിയില്ല. പ്രസംഗിക്കുക എന്നുള്ളൊരു വാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അറബിയിൽ ഖതബ യഖ്തുബു എന്നാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് മുലാരി, അതിന്റെ ഇനി നിങ്ങൾ പ്രസംഗിച്ചു എന്നാണെങ്കിലും പ്രസംഗിക്കാൻ പോകുമെന്നാണെങ്കിലും ഇനി പ്രസംഗിക്കൂല എന്നാണെങ്കിലും തീർച്ചയായും പ്രസംഗിക്കൂല എന്നതാണെങ്കിലും ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല എന്നതാണെങ്കിലും അങ്ങനെയൊക്കെ എങ്ങനെ പറയാമെന്ന് നമുക്ക് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാനുള്ള ഒരു കാര്യം, ഇപ്പൊ നമ്മള് പഠിച്ച കുറച്ച് ഫീലുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് ജലസ. ഒരു ജലസ എടുത്താല് ജലസ എങ്ങനെ സർഫാക്കാന്ന് വെച്ചാൽ ഫസ്റ്റ് ജലസ, ജലസ, ജലസു, ജലസ്ന വരെ സർഫാക്കാം. പിന്നെ മാജലസ, മാജലസ, മാജലസു, ഇതൊക്കെ അർത്ഥം അറിഞ്ഞിട്ട് ചെയ്യണേ. അങ്ങനെ സർഫാക്കാം. അപ്പൊ നമ്മൾ പഠിച്ച ഈ ഓർഡറിൽ. ഇനി ജുലിസ, 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 ജുലിസു അങ്ങനെ സർഫാക്കാം. ഇനി മാജുലിസ, മാജുലിസ, മാജുലിസു അങ്ങനെ സർഫാക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ യജ്ലിസു, യജ്ലിസു, യജ്ലിസാനി, യജ്ലിസൂന അങ്ങനെ സർഫാക്കാം. ഇനി ലാ യജ്ലിസു, ലാ യജ്ലിസാനി, ലാ യജ്ലിസൂന അങ്ങനെ സർഫാക്കാം. പിന്നെ അതിന്റെ മുസ്തഖ്ബിൽ മജ്ഹൂല് യുജ്ലസു, യുജ്ലസാനി, യുജ്ലസൂന അങ്ങനെ സർഫാക്കാം. പിന്നെ ലാ യുജ്ലസു, ലാ യുജ്ലസാനി, ലാ യുജ്ലസൂന അങ്ങനെ സർഫാക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് ലമ്മാണ് പഠിച്ചത്. ലം യജ്ലിസ്,
ലം യജ്ലിസ, ലം യജ്ലിസു. പിന്നെ ലം യുജ്ലസ്, ലം യുജ്ലസ, ലം യുജ്ലസ്ന. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ക്ലാസ്സിൽ ലെന്ന് പഠിച്ചു നമ്മൾ അല്ലേ? ലൻ യജ്ലിസ, ലൻ യജ്ലിസ, ലൻ യജ്ലിസു. അത് അവസാനം വരെ സർഫാക്കുക. ലൻ യുജ്ലസ, ലൻ യുജ്ലസ, ലൻ യുജ്ലസു. ഇതിന്റെയും അവസാനം വരെ സർഫാക്കുക. അപ്പൊ ഈ ഒരു ഒരു ഒറ്റ ഫീൽ എടുത്തിട്ട് തന്നെ ഇപ്പൊ നമ്മൾ ജലസയാണ് എടുത്തത്. ഇതുപോലെ ദൊറബ അല്ലെങ്കിൽ ലഇബ അല്ലെങ്കിൽ കത്തല ഏതെങ്കിലും ഒരു ഫീൽ എടുത്തിട്ട് ഇങ്ങനെ അവസാനം വരെ ഓരോന്നിന്റെ അർത്ഥം മനസ്സിലാക്കി സർഫാക്കി കഴിഞ്ഞാൽ ഒരുവിധം കുറേ അർത്ഥങ്ങള് എങ്ങനെ പറയാം, ഒരു വാക്കിനെ ഒരർത്ഥത്തെ എങ്ങനെ അറബിയിൽ പറയാം എന്ന് എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒന്ന് നമുക്ക് നിർത്താം. പിന്നെ സ്പോക്കൺ അറബിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ. അതിൽ കുറച്ച് അറബി ഭാഷ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് എക്സസൈസും നമുക്ക് പറയണം. ഇന്നിപ്പോ ഇങ്ങനെ നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടായിരുന്നോ? ക്ലിയർ ആണോ? വിഷയങ്ങൾ ക്ലിയർ ആണോ? കേൾക്കുന്നില്ലേ ബഷീർക്ക?